Hi students, welcome to the class of Corporate Regulations and Administration. Today we are discussing about Companies Act 2013. Companies Act 2013 is the principal legislation dealing with administration of companies, or it is an act to consolidate and amend the law relating to companies. ഇന്ത്യൻ കമ്പനീസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗവേണൻസും കണ്ടക്ട് ചെയ്യാനുള്ള അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രിൻസിപ്പളായിട്ടുള്ള ലോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറാണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ദ കമ്പനീസ് ആക്ട് 2013 ഈസ് ആൻ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഓൺ ഇന്ത്യൻ കമ്പനി ലോ which regulates incorporation of a company, responsibilities of a company, directors as well as dissolution of a company. കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും റെഗുലേറ്റ് ചെയ്യാനുള്ള കമ്പനി ലോ ആണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. മെയിനായിട്ടും കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഓർ ഫോർമേഷൻ, ദ വേരിയസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കമ്പനി ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓർ മെമ്മോറണ്ടം അസോസിയേഷൻ, ദെൻ ഡയറക്ടേഴ്സ് ആൻഡ് ദ റോൾസ് ഓർ ദ പവേഴ്സ്, chairman, appointment of a chairman, appointment of various members in a company, dissolution of a company and its various modes. ഇങ്ങനെ കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലെജിസ്ലേച്ചറാണ്, ലോ ആണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പനീസ് ആക്ട് 2013 റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് ഇന്ത്യ, ദാറ്റ് മീൻസ് the Companies Act 2013 extends to the whole of India and it is enacted by Parliament of India. And the Companies Bill was introduced in the Parliament in 2012. It was passed by the Lok Sabha on 18th December 2012 and by Rajya Sabha on 8th August 2013. And the bill received presidential assent on 29th August 2013 and the act is put into force from 12th September 2013 onwards. പോയിൻറ്റ്സ് നോക്കിക്കോളൂ. ടെറിട്ടോറിയലി എക്സ്റ്റെൻഡഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ മുഴുവനും ഈ കമ്പനീസ് ആക്ട് 2013 ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്റ്റാണ് 2013 കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. കമ്പനീസ് ബില്ല് പാസ്സാക്കിയത്, കമ്പനീസ് ആക്ട് 2013 ഫോം ചെയ്തത്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. കമ്പനീസ് ബില്ല് പാസ്സാക്കിയത്, പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 2012 ലോക്സഭ പാസ്സാക്കിയ ഡേറ്റ് 18th December 2013 ആൻഡ് ബില്ല് രാജ്യസഭ പാസ്ഡ് ഓൺ 8th August 2013 ആൻഡ് പ്രസിഡന്റ് സൈൻഡ് ഓൺ 29th August 2013 ആൻഡ് കമൻസ്ഡ് its ഓപ്പറേഷൻസ് ഫ്രം 12th September 2013 ഓൺവേർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ. നെക്സ്റ്റ്, Companies Act 2013 is organized as 29 chapters, 7 schedules and 470 sections, as against the Companies Act 1956 which had 658 sections under 13 parts and 15 schedules. Companies Act 2013 29 chapters, 470 sections and 7 schedules കണ്ടെയ്ൻ ചെയ്യുന്നു. എന്നാൽ 1956 കമ്പനീസ് ആക്ട്, അവർ ഫോർമർ കമ്പനീസ് ആക്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 13 പാർട്സ് ആയിരുന്നു, 650 സെക്ഷൻസ് ആൻഡ് 15 ഷെഡ്യൂൾസ് ആയിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതേപോലെ നെക്സ്റ്റ് പറയുന്നത് സം ന്യൂ കോൺസെപ്റ്റ്സ് ഇൻ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല കോൺസെപ്റ്റ്സുകളും ഉണ്ട്. ഫോർമർ കമ്പനീസ് ആക്ടിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ കോൺസെപ്റ്റുകളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, അതിലേറ്റവും മെയിനായിട്ടുള്ള ചില പോയിൻറ്റ്സുകൾ മാത്രം ആഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ പേഴ്സൺ കമ്പനി, OPC. എ സിംഗിൾ പേഴ്സൺ ക്യാൻ ഫോം എ കമ്പനി എന്ന് പറയുന്നതാണ് വൺ പേഴ്സൺ കമ്പനി. അതുപോലെ സ്മോൾ കമ്പനി ഓർ ഡോർമെൻറ്റ് കമ്പനി ഓർ ഇൻആക്റ്റീവ് കമ്പനി, ക്ലോസ് ആക്ഷൻ സ്യൂട്ട്, കീ മാനേജറിയൽ പേഴ്സൺ ഓർ സെക്രട്ടേറിയൽ ഓഡിറ്റ് ഓർ വിമൻ ഡയറക്ടർ ഓർ റെസിഡൻറ്റ് ഡയറക്ടർ, റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് or internal auditor, independent directors, National Company Law Tribunal or NCLT, special courts, NFRA or National Financial Reporting Authority, CSR, Corporate Social Responsibility. ഇതെല്ലാം കമ്പനീസ് ആക്ട് 2013 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് പ്രൊവിഷൻസ് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ നെക്സ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. Okay, let us discuss major highlights of the Companies Act 2013.
അതായത് കമ്പനീസ് ആക്ട് 2013 മേജർ ഫീച്ചേഴ്സ് അല്ലെ മേജർ ഹൈലൈറ്റ്സുകൾ മാത്രം ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് കമ്പനി ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 200 മെമ്പേഴ്സ്. അതായത് പ്രൈവറ്റ് കമ്പനീസിൻ്റെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനായിട്ട് മാക്സിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റുണ്ട്. മാക്സിമം 200 മെമ്പേഴ്സിനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാക്സിമം ലിമിറ്റ് 200 ആണ്. ഏർലിയർ ലിമിറ്റ് വാസ് അപ് ടു 50. ഫോർമർ കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ട് അനുസരിച്ച് മാക്സിമം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 50 ആയിരുന്നു. അത് 50ൽ നിന്നും 200 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനീസിന് കൂടുതൽ ഷെയർ ക്യാപിറ്റൽ കൂടുതൽ ആളുകളിൽ നിന്ന് റേസ് ചെയ്യാനായിട്ട് പ്രൊവിഷനുണ്ട്. നെക്സ്റ്റ് വൺ, ദ മാക്സിമം ലിമിറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദ കമ്പനി ഹാസ് ബീൻ ഇൻക്രീസ് ടു 15. അതേപോലെ ഒരു കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 15 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രം 12ൽ നിന്ന് 15 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓർ വിത്ത് എ പവർ ടു ആഡ് മോർ ഡയറക്ടേഴ്സ് അപ്പോൺ പാസിംഗ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കാമെന്നുണ്ടെങ്കിൽ കമ്പനീസിന് വേണമെങ്കിൽ കൂടുതൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വൺ ഡയറക്ടർ ക്യാൻ ഓൾസോ ഫോം എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ഡയറക്ടറിന് പറ്റുമെന്നുള്ള പ്രൊവിഷനും കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. അത് പറഞ്ഞല്ലോ, OPC പോലെയുള്ള 1 person കമ്പനി പോലെയുള്ള കാര്യങ്ങൾ ഒരു പുതിയ കോൺസെപ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, റെസിഡൻറ്റ് ഡയറക്ടർ. കമ്പനീസ് ആക്ട് 2013 ആഡ് ചെയ്തിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റാണ് എവറി കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ 1 റെസിഡൻറ്റ് ഡയറക്ടർ. എല്ലാ കമ്പനീസിനും മിനിമം ഒരു സിംഗിൾ റെസിഡൻറ്റ് ഡയറക്ടറിനെങ്കിലും അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 റെസിഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണമെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഹു വിൽ ബിക്കം എ റെസിഡൻറ്റ് ഡയറക്ടർ. ഏത് ഡയറക്ടറാണ് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഹു ഹാസ് സ്റ്റേയ്ഡ് ഇൻ ഇന്ത്യ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 182 days ഇൻ പ്രീവിയസ് കലണ്ടർ ഇയർ. അതായത് പ്രസൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത ഒരു ഡയറക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടും. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഡയറക്ടർ. ഒരു മിനിമം ഒരു സിംഗിൾ റെസിഡൻറ്റ് ഡയറക്ടറെങ്കിലും ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കണമെന്ന് പ്രൊവിഷൻ പറയുന്നുണ്ട് കമ്പനീസ് ആക്ട് 2013. എവറി കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1 resident director. Next one, the financial year of any company can be only from April to March. അതായത് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എല്ലാ കമ്പനീസിൻ്റെ കേസിലും ഏപ്രിൽ ടു മാർച്ച് ആയിട്ട് കമ്പനീസ് ആക്ട് 2013 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനീസിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ 1 January to 31 December എന്ന് പറയുന്ന രീതിയിൽ കമ്പനീസിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഒരു 12 പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ കമ്പനീസും ഫിനാൻഷ്യൽ ഇയർ 1 April to നെക്സ്റ്റ് ഇയർ ഓഫ് 31 March വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു 1 year പീരീഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013. ദെൻ എ പേഴ്സൺ cannot become director in more than 20 companies. Out of this, he cannot be director of more than 10 public companies. അതായത് ഒരു സിംഗിൾ ഡയറക്ടറിന് മോർ ദാൻ 20 കമ്പനീസ് 20 കമ്പനീസിൽ കൂടുതൽ ഒരു ഡയറക്ടറായിട്ട് 20 കമ്പനീസിൽ കൂടുതൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഈ ഒരു ലിമിറ്റിൽ പബ്ലിക് കമ്പനീസ് ഉണ്ടെങ്കിൽ മാക്സിമം 10 പബ്ലിക് കമ്പനീസിൻ്റെ ഡയറക്ടേഴ്സായിട്ട് മാത്രമേ ആക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ന്യൂ കോൺസെപ്റ്റ് ഓഫ് 1 person കമ്പനി ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. 1 person കമ്പനി ഓർ OPC എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് 2013 കമ്പനീസ് ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. OPC എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് പോയിൻ്റായിട്ട് മാത്രം ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എ ന്യൂ കോൺസെപ്റ്റ് ഓഫ് 1 person കമ്പനീസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. എ സിംഗിൾ പേഴ്സൺ ക്യാൻ ഫോം എ കമ്പനി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് 1 person കമ്പനി. 1 person ഒരു സിംഗിൾ പേഴ്സണ് ഒരു കമ്പനി ഫോം ചെയ്യാമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, കോൺസെപ്റ്റ് ഓഫ് CSR ഇൻട്രൊഡ്യൂസ്ഡ്. CSR മീൻസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കമ്പനി കണ്ടീഷൻസ് പറയുന്നുണ്ട് ആക്റ്റിൽ. എങ്ങനെയുള്ള കമ്പനീസാണ് CSR ഇത്ര പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. അങ്ങനെയുള്ള കമ്പനീസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽ അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർത്ത് ഇത്ര പെർസെൻറ്റേജ് കൂടുതലുള്ള കമ്പനീസ് മിനിമം 2% അവരുടെ പ്രോഫിറ്റിൽ നിന്ന് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുന്നതാണ് CSR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് മാൻഡേറ്ററി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013.
നേരത്തെ ഫോർമർ കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനീസിൻ്റെ ഇഷ്ടം അനുസരിച്ച് അവരൊരു എമൗണ്ട് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിൽ പുതിയ കമ്പനീസ് ആക്ടിൽ CSR ആക്ടിവിറ്റീസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിന് അല്ലെങ്കിൽ CSR റിലേറ്റഡ് ആക്ടിവിറ്റീസിന് മാൻഡേറ്ററി ആയിട്ട് ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത് ഫോർ കമ്പനീസ് ഹാവിങ് നെറ്റ് വർത്ത് ഓഫ് ₹500 crore ഓർ മോർ. അതായത് കമ്പനീസ് നെറ്റ് വർത്ത് മീൻസ് നെറ്റ് അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 500 crore ഓർ മോർ ഉള്ള കമ്പനീസ് ആണെങ്കിൽ അതൊരു കേസ്. അല്ലെങ്കിൽ ഓർ ടേൺ ഓവർ ഓഫ് ₹1000 crore ഓർ മോർ. ടേൺ ഓവർ മീൻസ് സെയിൽസ് 1000 crore ഓർ മോർ ഉള്ള കമ്പനീസ് ആകാം. അല്ലെങ്കിൽ ഓർ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹5 crore ഓർ മോർ. അല്ലെങ്കിൽ കമ്പനീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എനി ഫിനാൻഷ്യൽ ഇയറിൽ 5 crore ഓർ മോർ ഉള്ള കമ്പനീസ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം? CSR ആക്ടിവിറ്റീസിന് വേണ്ടി അവിടെ പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ്, ഒരു 3 yearsലെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ 3 yearsലെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. സോ എബോവ് സ്പെസിഫൈഡ് കമ്പനീസ് നീഡ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 financial years ഫോർ എവറി ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എല്ലാ വർഷവും അവിടെ തൊട്ട് മുന്നേ ഉള്ള 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 3 yearsൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്ത് അതിൻ്റെ 2% മിനിമം CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കണം എല്ലാ വർഷവും എന്ന് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന കേസാണ് CSR കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. കോൺസെപ്റ്റ് ഓഫ് CSR ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. അതിൻ്റെ പെർസെൻറ്റേജ് ഓർത്തുകൊള്ളുക, മിനിമം 2%. നെക്സ്റ്റ് വൺ, പ്രൊവിഷൻസ് ഫോർ കമ്പൽസറി റൊട്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ്. അതായത് കമ്പനീസിലെ ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സിനെ 5 വർഷം കൂടുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം, കമ്പൽസറി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം, കമ്പനീസ് ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നതാണ് കമ്പനീസ് ആക്ട് 2013 ഒരു പുതിയ പ്രൊവിഷൻ ഫോർ കമ്പൽസറി റൊട്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ് ഇൻ എവറി 5 years ആൻഡ് ഓഫ് ഓഡിറ്റ് ഫേം എവറി 10 years. ഓഡിറ്റ് ഫേമിൻ്റെ കേസിൽ എവറി 10 yearsലെ റൊട്ടേഷൻ ഉണ്ടാകണം ഇൻ ദ ലിസ്റ്റഡ് കമ്പനി ആൻഡ് സർട്ടൻ അതർ ക്ലാസ് ഓഫ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പം ആ ഒരു പറഞ്ഞിരിക്കുന്ന കമ്പനീസ് അല്ലെങ്കിൽ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും 10 years കൂടുമ്പോൾ ഓഡിറ്റ് ഫേം അല്ലെങ്കിൽ 5 years കൂടുമ്പം ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സിനെ കമ്പൽസറി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പുതിയ പ്രൊവിഷനും ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, കമ്പനീസ് ആർ റിക്വയർഡ് ടു ഗോ ഫോർ മെയിൻ്റനൻസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം. കമ്പനീസിന് എന്ത് ചെയ്യാം? അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രൊവിഷനുണ്ട്. അങ്ങനെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ബെറ്റർ ആണെന്നാണ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. ദെൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡോർമെൻറ്റ് കമ്പനീസ് ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മൾ പറഞ്ഞല്ലോ പല പുതിയ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി, അങ്ങനെയുള്ള കമ്പനീസ്. ഡോർമെൻറ്റ് കമ്പനി മീൻസ് കമ്പനീസ് നോട്ട് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഫോർ 2 consecutive years ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് എ ഡോർമെൻറ്റ്. അപ്പോൾ ഡോർമെൻറ്റ് കമ്പനിയായിട്ട് ഒരു ബിസിനസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു 2 consecutive yearsലെ ബിസിനസ് ഒന്നും കണ്ടക്ട് ചെയ്യാത്ത, പ്രോഫിറ്റ് ഒന്നും ഏൺ ചെയ്യാത്ത, ബിസിനസ് ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ് ചെയ്യാത്ത ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, 2 വർഷമായിട്ടും ബിസിനസ് ഒന്നും നടത്താത്ത കമ്പനിയാണെങ്കിൽ അവർക്ക് ഡോർമെൻറ്റ് കമ്പനി എന്നൊരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാനായിട്ട് പറ്റും. ഡോർമെൻറ്റ് കമ്പനി സിംപ്ലി മീൻസ് ഇന്നാക്റ്റീവ് കമ്പനി. ഇന്നാക്റ്റീവ് ആണ്, പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യാത്ത, ബിസിനസ് ഒന്നും കണ്ടക്ട് ചെയ്യാത്ത ഒരു കമ്പനിയെയാണ് ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു പേരിൽ പറയുന്നത്. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് മെയ്ഡ് കമ്പൽസറി ഫോർ ബിലോ മെൻഷൻ ക്ലാസ് ഓഫ് കമ്പനീസ്. അപ്പോൾ ചില കമ്പനീസിൻ്റെ കേസിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഏതൊക്കെ കമ്പനിയുടെ കേസിലാണ്? എല്ലാ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസിലും. എവറി ലിസ്റ്റഡ് കമ്പനി, എവറി പബ്ലിക് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹10 crores. അപ്പം മിനിമം 10 crore എങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള എല്ലാ പബ്ലിക് കമ്പനീസിനും, അല്ലെങ്കിൽ എവറി അതർ പബ്ലിക് കമ്പനി ഹാവിങ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ് ഫ്രം ബാങ്ക്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സീഡിങ് 25 crore ഓർ മോർ. അപ്പോൾ 25 കോടിയിൽ കൂടുതൽ ലോൺ എടുത്ത് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ 25 കോടിയിൽ കൂടുതൽ 25 crores ഓർ മോർ റുപ്പീസിൽ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനീസിൻ്റെ കേസിൽ, ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിൻ്റെ കേസിലും ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്പൽസറിയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിൻ്റെ കേസിലെല്ലാം എന്താണ്? ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനീസ് ആക്ട് 2013 ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് വിമൻ ഡയറക്ടർ. Appointment of a women director. Every listed company shall and every other company having a paid up share capital of ₹100 crore or more are mandatorily required to appoint at least one women director.
ഒരു വിമൻ ഡയറക്ടറിന് ഒരു കമ്പനിയിൽ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും അറ്റ്ലീസ്റ്റ് ഒരു 1 വിമൻ ഡയറക്ടർ ഉണ്ടായിരിക്കണം, അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം എന്ന് കമ്പൽസറി ആയിട്ട് കമ്പനീസ് ആക്ട് 2013 സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓർ എനി കമ്പനി, അപ്പോൾ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസ് ആണെങ്കിൽ പോലും 100 crore ഓർ മോറിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിലുള്ള കമ്പനി ആണെങ്കിൽ അവിടെയും ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ദെൻ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫ്രെയിംവർക്ക് ഓഫ് കമ്പനി ലോ അഡ്മിനിസ്ട്രേഷനിൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. 1 ജൂൺ 2016 ഫോം ചെയ്ത ട്രൈബ്യൂണലാണ് കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ഒരു ട്രൈബ്യൂണലാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 റിസൾട്ടാണ് NCLTയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ NCLT വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അതുകൂടാതെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ പോയിൻറ്റ്സുകളുണ്ട്, മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രമേ ആഡ് ചെയ്തേ ഉള്ളൂ. NFRA മീൻസ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, or it is an authority to investigate the matters of professional misconduct by chartered accountants or chartered accounting firms. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ഡീലിങ്സ് കണ്ടക്ട് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ അല്ലെങ്കിൽ ഫേമിൻ്റെ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ ഒക്കെ അവരിൽ നിന്ന് ഫേസ് ചെയ്താൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതോറിറ്റിയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA എന്ന് പറയുന്നത്. ഇതൊക്കെയും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റാണ് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച്. Next we are discussing about what are the main differences between Companies Act 2013 and the former Companies Act or Companies Act 1956. First basis on the basis of constitution or organization of chapters and sections. The Companies Act 1956 had 13 chapters containing 658 sections and 15 schedules. And the Companies Act 2013, the new Companies Act, is divided into 29 chapters, 7 schedules and 470 sections. Next one, financial year. The earlier act permitted the companies to have financial year ending on a date as decided by them. അതായത് കമ്പനീസ് ആക്ട് 1956 ഓർ ഫോർമർ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഫിനാൻഷ്യൽ ഇയർ ആ കമ്പനീസിന് തന്നെ ഡിസൈഡ് ചെയ്യാമായിരുന്നു ഏത് ഡേയിൽ തുടങ്ങി നെക്സ്റ്റ് ഇയറിൽ ഏത് ഡേയിൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു 1 ഇയർ പീരീഡ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നത് കമ്പനീസ് തന്നെയായിരുന്നു. ഇപ്പോൾ 1 ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനീസിന് 12 മന്ത്സ് എന്ന് പറയുന്നത് 31 മാർച്ചിൽ എൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പനീസിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അവരുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ പീരീഡ് എന്ന് പറയുന്നത്. അതിനുള്ള പെർമിഷൻ കമ്പനീസിനുണ്ടായിരുന്നു. എന്നാൽ ന്യൂ കമ്പനീസ് ആക്ട് അനുസരിച്ച് ദ 2013 ആക്ട് മെയ്ഡ് ഇറ്റ് മാൻഡേറ്ററി ഫോർ ദ കമ്പനീസ് ടു ഹാവ് ദെയർ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ഓൺ 31 മാർച്ച് എവറി ഇയർ. അപ്പോൾ 1 ഏപ്രിൽ ടു 31 മാർച്ച് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ എല്ലാ കമ്പനീസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച്, എക്സെപ്റ്റ് ഫോറിൻ ഹോൾഡിംഗ് ഓർ സബ്സിഡറി സബ്ജക്ട് ടു ട്രൈബ്യൂണൽ അപ്രൂവൽ. അപ്പോൾ ട്രൈബ്യൂണൽ അപ്രൂവ് ചെയ്യുന്ന കേസിൽ ഫോറിൻ ഹോൾഡിങ്സ് കമ്പനീസിൻ്റെ കേസിൽ, അല്ലെങ്കിൽ സബ്സിഡറി കമ്പനീസിൻ്റെ കേസിൽ, ഫോറിൻ സബ്സിഡറിയുടെ കേസിൽ മാത്രം അതിന് എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതർവൈസ് എല്ലാ ഇന്ത്യൻ കമ്പനീസും എന്ത് ചെയ്യണം, ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്ന 1 ഏപ്രിൽ ടു 31 മാർച്ച് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഫോർമാറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പനീസ് ആക്ട് 1956 അനുസരിച്ച് ഷെഡ്യൂൾ 6 ഓഫ് ദ ആക്റ്റിൽ പറയുന്ന ഫോമിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. എന്നാൽ 2013 ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 6 അല്ല, ആസ് പെർ ഷെഡ്യൂൾ 3 ഓഫ് ദ ആക്ട് അനുസരിച്ചാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത്. സെക്ഷൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോർമാറ്റിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്, കൂടുതൽ ഈസിയർ ആയിട്ട്, എല്ലാം കൂടുതൽ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ 3 പറഞ്ഞ ഫോർമാറ്റിലാണ് പുതിയ കമ്പനീസ് ആക്റ്റിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ഓൾറെഡി 1956 അല്ലെങ്കിൽ ഫോർമർ കമ്പനീസ് ആക്റ്റിലെ മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വാസ് 50. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കേസിൽ മാക്സിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 50 ആയിരുന്നു. അണ്ടർ ന്യൂ ആക്ട് അനുസരിച്ച് 2013 ആക്ട് അനുസരിച്ച് 50 നിന്നും മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എക്സ്റ്റെൻഡഡ് ടു 200. 50 നിന്നും 200 ആയിട്ട് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്.
50 നിന്ന് 200 ആയിട്ട് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും കൂടുതൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് കമ്പനീസിന് പറ്റും. നെക്സ്റ്റ് വൺ, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസ്. അതായത് കമ്പനീസിന് ഡിസ്കൗണ്ടിലും ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട്, ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിലും ഫിക്സ് ചെയ്യാനായിട്ട് കമ്പനീസിന് അനുവാദം ഉണ്ടായിരുന്നു, പെർമിഷൻ ഉണ്ടായിരുന്നു. ഓൾഡർ കമ്പനീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 79 ഓഫ് ദ 1956 ആക്ട് പെർമിറ്റഡ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസ്. ഡിസ്കൗണ്ടഡ് പ്രൈസിന് കമ്പനീസിന് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഒന്നുകിൽ പാർ വില, അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂവിനാകാം, അല്ലെങ്കിൽ പ്രീമിയത്തിനാകാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനാകാം. അതാണ് ഓൾറെഡി ഉള്ള ഓൾഡ് കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഇല്ല. ഒന്നുകിൽ ഫേസ് വാല്യൂവിന് അല്ലെങ്കിൽ പ്രീമിയത്തിന് മാത്രമേ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് കമ്പനീസ് ആക്ട് 2013 പ്രൊവിഷൻ ഉള്ളൂ. അണ്ടർ സെക്ഷൻ 53 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ഈസ് പ്രൊഹിബിറ്റഡ്. ഡിസ്കൗണ്ടിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് ഫേസ് വാല്യൂവിന് അല്ലെങ്കിൽ അത് പ്രീമിയത്തിന് മാത്രം ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനുള്ളൂ. ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. സെക്ഷൻ 54 പറയുന്നുണ്ട് കമ്പനീസിന് എന്ത് ഇഷ്യൂ ചെയ്യാം, സെറ്റിക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന രീതിയിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. സെറ്റിക്വിറ്റി ഷെയർസിൻ്റെ മീനിങ് പഠിക്കുമ്പോൾ മനസ്സിലാവും. സെറ്റിക്വിറ്റി ഷെയർസ് അത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. അപ്പോൾ ഷെയർസ് ചിലപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത്, സെറ്റിക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ കമ്പനി പുതുതായിട്ട് എന്തെങ്കിലും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ അക്വയർ ചെയ്യുമ്പോൾ പുതിയ നോളജുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോ ഒക്കെ കൊടുക്കുന്നതാണ്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനോ ഒക്കെ കൊടുക്കുന്നതാണ് സെറ്റിക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. സോ സെറ്റിക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ അത് ഡിസ്കൗണ്ടിന് അലോ ചെയ്യാനായിട്ട് പ്രൊവിഷനുണ്ട്. നോർമൽ കേസിൽ അതൊഴിച്ച്, സെറ്റിക്വിറ്റി ഷെയർസ് ഒഴിച്ച് ബാക്കി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ഡിസ്കൗണ്ടിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല പുതിയ കമ്പനീസ് ആക്ട് അനുസരിച്ച്. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇൻ കേസ് വെയർ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ഡസ് നോട്ട് അഡോപ്റ്റ് ദെയർ ഓൺ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ടേബിൾ എ ഷാൽ അപ്ലൈ. അതായത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ഫോമിലുള്ള കമ്പനീസ് ആണെങ്കിൽ അവരവരുടേതായിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യേണ്ടത് ടേബിൾ എ ഫോർമാറ്റാണ്. ടേബിൾ എ ആണ് അവർ അപ്ലൈ ചെയ്യേണ്ടത് കമ്പനീസ് ആക്ട് 1956 അനുസരിച്ച്. ഇൻ കേസ് വെയർ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ഡസ് നോട്ട് അഡോപ്റ്റ് ദെയർ ഓൺ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ പുതിയ കമ്പനീസ് ആക്ട് അനുസരിച്ച് അവർ കമ്പനീസിന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലാത്ത കമ്പനീസാണ് എന്നുണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്യേണ്ടത് ടേബിൾ എഫ് ആണ് അവർക്ക് ആപ്ലിക്കബിൾ ആവുന്ന പ്രൊവിഷൻസ്. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. കമ്പനീസ് ആക്ട് 1956 പുതിയ കമ്പനീസ് ആക്ട് 2013 കോൾസ് ഇൻ അരിയറിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റും കോൾസ് ഇൻ അഡ്വാൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റും ഡിഫറെൻ്റ് ആണ്, ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്താണ് കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഒന്ന് ഓർക്കുക, നമ്മളൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. ഒരു 10 രൂപയുടെ, സിമ്പിളായിട്ട് ഒരു 10 രൂപയുടെ ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു ഷെയറിൻ്റെ വാല്യൂ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 റുപ്പിയുടെ ഒരു ഷെയറിൽ ആപ്ലിക്കേഷൻ മണി 3, അലോട്ട്മെൻറ്റ് മണി 3 ആൻഡ് ഫസ്റ്റ് കോൾ എമൗണ്ട് ₹2 ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 2. ഇങ്ങനെയാണ് അതിൻ്റെ 10 റുപ്പിയുടെ ഷെയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ₹3, ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ₹2 വെച്ച്. അപ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ്, ആപ്ലിക്കേഷൻ മണി നമ്മൾ പേ ചെയ്തു ₹3 അല്ലെങ്കിൽ ₹3 പേ ചെയ്തു. അലോട്ട്മെൻറ്റ് മണിയും ടൈമിൽ കൊടുത്തു. ഫസ്റ്റ് കോൾ വിളിച്ച ടൈമിൽ അതിൻ്റെ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് ₹2 പേ ചെയ്തു. ദെൻ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൻ്റെ ടൈമിൽ നമ്മൾ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഫൈനൽ കോൾ പേ ചെയ്തില്ല. അപ്പോൾ എന്ത് വന്നു, കമ്പനി കോൾ ചെയ്തിട്ടും പേയ്മെൻറ്റ് നടത്താതെ ഇരുന്നപ്പോൾ അരിയർ ഉണ്ടായി. പേയ്മെൻറ്റ് നടത്താതെ, കോൾ വിളിച്ചിട്ടും പേയ്മെൻറ്റ് നടത്താതെ വന്നപ്പോൾ കോൾസ് ഇൻ അരിയർ ഉണ്ടായി. അങ്ങനെ കോൾസ് ഇൻ അരിയർ ഡ്യൂ ടൈമിൽ പേയ്മെൻറ്റ് നടത്താതെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കമ്പനി എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അവർ കൊടുക്കുന്ന ആ ഒരു ടൈം വരെയുള്ള ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. കമ്പനി കോൾ ചെയ്തിട്ടും എമൗണ്ട് പേ ചെയ്തില്ല. ആ കോൾ എമൗണ്ട് പേ ചെയ്യാത്ത കേസിൽ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്നും കമ്പനി ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. ഇങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ചാർജ് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ്, ഷെയർ ഹോൾഡറിൽ നിന്നും കമ്പനിക്ക് ചാർജ് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ എ കമ്പനി ഫ്രം ദ ഷെയർ ഹോൾഡർ ഡ്യൂ ടു അരിയർ ഓഫ് ഷെയർസ്, ഡ്യൂ ടു
അരിയർ ഇൻ കോൾസ് ഇൻ അരിയർ ഉണ്ടായത് കാരണം ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം 5% പെർ ആനമാണ്. പ്രത്യേകിച്ചൊന്നും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാക്സിമം 5% പെർ ആനുമാണ് കമ്പനീസ് ആക്ട് 1956 അനുസരിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ പുതിയ കമ്പനീസ് ആക്ട് അനുസരിച്ച് കോൾസ് ഇൻ അരിയറിന് ചാർജ് ചെയ്യുന്ന മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% പെർ ആനുമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ദ മാക്സിമം ഇൻട്രസ്റ്റ് ചാർജബിൾ ഓൺ കോൾസ് ഇൻ അരിയർ ഈസ് 10% പെർ ആനം അണ്ടർ കമ്പനീസ് ആക്ട് 2013. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. സപ്പോസ് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ 10 രൂപയുടെ ഒരു ഷെയർ, 10 രൂപയുടെ ഒരു ഷെയറിൽ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും 3 രൂപ വെച്ച് ടോട്ടൽ 6 rupees നമ്മൾ പേ ചെയ്തു. ദെൻ ഫസ്റ്റ് കോള് 2 rupees പേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ 2 രൂപയുടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. അങ്ങനെ ഒരു കേസിൽ ഷെയർ ഹോൾഡർ അഡ്വാൻസ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്താൽ, കോൾ ഇൻ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയാൽ അതിന് കമ്പനി എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഷെയർ ഹോൾഡറിന് തരും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും കമ്പനിയിൽ നിന്ന്. സോ ദ മാക്സിമം ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ദ കമ്പനി ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് വാസ് 6% പെർ ആനം. അപ്പോൾ മാക്സിമം കമ്പനി കൊടുക്കുന്ന കോൾസ് ഇൻ അഡ്വാൻസിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ആയിരുന്നു ഓൾഡ് കമ്പനീസ് ആക്ട് അനുസരിച്ച്. എന്നാൽ ന്യൂ കമ്പനീസ് ആക്ട് അനുസരിച്ച് മാക്സിമം ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് 12% പെർ ആനം. മാക്സിമം 12% പെർ ആനമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ 5ൽ നിന്ന് 10 ആയിട്ട് കോൾസ് ഇൻ അരിയറിൻ്റെ ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്തു. 6ൽ നിന്നും 12 ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസും ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് വൺ, റിക്വയർമെൻറ്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് കമ്പനീസ് ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പം മിനിമം ഇത്ര എമൗണ്ട് എങ്കിലും പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഓൾഡ് കമ്പനീസ് ആക്ട് അനുസരിച്ച് മിനിമം സബ്സ്ക്രിപ്ഷൻ വാസ് വിത്ത് റെസ്പെക്ട് ടു ഷെയർസ് ഓൺലി. ഷെയർസിൻ്റെ കേസിൽ മാത്രമായിരുന്നു മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് എ കമ്പനി ടു അലോട്ട് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്ന കേസിലും പ്രത്യേകിച്ച് പ്രോസ്പെക്ടസിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്ലൈഡ് ആണ്. നെക്സ്റ്റ് വൺ, 1 person കമ്പനി. 1 person കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ പ്രീവിയസ്ലി സച്ച് എ കമ്പനി ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഓൾഡ് കമ്പനീസ് ആക്ടിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ന്യൂ കമ്പനീസ് ആക്ട് അനുസരിച്ച് എന്താണ്, എ ന്യൂ ഫോം ഓഫ് കമ്പനി വാസ് ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ 1 person കമ്പനി എന്ന് പറയുന്ന ഒരു പുതിയ ഫോമിൽ കമ്പനി ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പനി സിംപ്ലി പറഞ്ഞാൽ എന്താണ്, ഓൺലി 1 person ഓർ ദാറ്റ് മീൻസ് പേഴ്സൺ മീൻസ് നാച്ചുറൽ പേഴ്സൺ. എ സിംഗിൾ പേഴ്സൺ ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് ദ കമ്പനി. എ സിംഗിൾ പേഴ്സൺ ക്യാൻ ഫോം എ കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് 1 person കമ്പനി. അത് കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ കമ്പനീസ് ആക്ട് 1956 ആൻഡ് കമ്പനീസ് ആക്ട് 2013. ഇതിൽ കൂടുതൽ ഡിഫറൻസസ് ഉണ്ട്, മെയിനായിട്ടുള്ളത് മാത്രം ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. മെയിനായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. അതായത് ഈ പുതിയ കമ്പനീസ് ആക്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ന്യൂ ആക്ട് ഈസ് ദ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഓഫേർഡ് ടു ദ എക്സിക്യൂട്ടീവ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനി ലോ. കമ്പനി ലോയെ ഗവൺ ചെയ്യുന്ന കേസുകളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ദിസ് മേക്സ് ചേഞ്ചസ് ഇൻ ലോ റിയലി ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലോയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ന്യൂ ആക്ട് അനുസരിച്ച് പ്രൈവറ്റ് കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി having a minimum paid up share capital as may be prescribed. Private company means a company having a minimum paid up share capital as may be prescribed. എങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത്രയും ഷെയർ ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണ്, മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ട മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആക്ച്വലി എത്രയാണ്, 1 lakh രൂപയാണ്. എന്നാൽ അത് പ്രത്യേകം ആക്റ്റിൽ പറയുന്നില്ല, ഡെഫിനിഷനിൽ അത് ആഡ് ചെയ്യുന്നില്ല. പകരം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്ന ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം, ദാറ്റ് മീൻസ് എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ആക്ട്. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു ഇങ്ങനെ ഒരു ടേം ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുവാണ്. അതായത് ഏതെങ്കിലും ഒരു കേസുകളിലൊരു നമുക്ക് ആക്റ്റിൽ പ്രത്യേകം പറയുകയാണ്, മിനിമം 1 lakh rupees ഉള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനീസ് മാത്രമാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് ഈ ഒരു ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോട്ട് ഓഫ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
സോ ഒരു സ്മോൾ അമെൻമെൻറ്റ് വരുത്തണമെങ്കിൽ കൂടിയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പോൾ ഇഫ് എനി പ്രൊവിഷൻ ഇൻ ദ ആക്ട് റിക്വയർസ് ഈവൻ എ സ്മോൾ അമെൻമെൻറ്റ് നീഡഡ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ഓഫ് അമെൻമെൻറ്റ്. അപ്പോൾ അമെൻമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ലെജിസ്ലേഷന് മുമ്പിൽ ഈ ഒരു ആക്ട് അമെൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളത് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഹൗസിൽ അതിൻ്റെ 3 റീഡിങ്സിന് പോകേണ്ടതായിട്ട് വരും. മജോറിറ്റി ഓഫ് ദ ഹൗസ് വോട്ടിങ്ങിലൂടെയോ മറ്റോ അത് എന്ത് ചെയ്യണം, അവരുടെ അസെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫൈനലി അത് പ്രസിഡൻറ്റിൻ്റെ ഒരു അസെൻറ്റ് സമ്മതം കിട്ടാൻ, സൈൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഗവർണറിൻ്റെ സൈൻ കിട്ടാൻ വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ മാസങ്ങളെടുത്തതായിരിക്കും. അല്ലെങ്കിൽ നോർമലി സിറ്റുവേഷൻസ് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഫോളോ ചെയ്ത് ഒരു ലെജിസ്ലേഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പീരീഡ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് ഒരു ലോയിൽ എന്തെങ്കിലും ഒരു അമെൻമെൻറ്റ് വരുത്താൻ വേണ്ടിയാണ് കമ്പനീസ് ആക്ട് 2013 ഇങ്ങനൊരു ടേമൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ 2013 കമ്പനീസ് ആക്ടിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ഓർ ഇറ്റ് മേക്സ് ചേഞ്ചസ് ഇൻ ലോ റിയലി ഫാസ്റ്റ്. നെക്സ്റ്റ് വൺ, വൈഡർ സ്കോപ്പ്. അതായത് കമ്പനീസ് ആക്ട് 1956 അല്ലെ ഫോർമർ കമ്പനീസ് ആക്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ വൈഡർ സ്കോപ്പ് ഉണ്ട് ന്യൂ കമ്പനീസ് ആക്ടിന്. ബിക്കോസ് ഇറ്റ് കവേഴ്സ് കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസ്. അതായത് വേരിയസ് ലെജിസ്ലേഷൻസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പല കമ്പനീസിനെ, ബോഡി കോർപ്പറേറ്റ്സിനെ, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനീസ് ആക്ട് 2013 കവർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ലോ പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന കമ്പനീസിനെ മാത്രമല്ല, വേരിയസ് എൻറ്റിറ്റീസിൽ വേരിയസ് ലോസ് അനുസരിച്ച് ഫോം ചെയ്തിരിക്കുന്ന ബോഡി കോർപ്പറേറ്റ്സിനെ എല്ലാം, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് കമ്പനീസ് ആക്ട് 2013. സോ ദ ന്യൂ ലെജിസ്ലേഷൻ ഹാസ് എ വൈഡർ സ്കോപ്പ് ദാൻ ആക്ട് ഓഫ് 56. നെക്സ്റ്റ് വൺ, ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. ലിബറൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് each step required for permission from the government is very lengthy in case of 1956 Act. The new legislation grants autonomy to companies to a very great extent. അപ്പോൾ ഒരു ഓട്ടോണോമി പ്രൊവൈഡ് ഗ്രാൻഡ് ചെയ്യുന്നതില്ല, കൂടുതൽ ലിബറലാണ് പുതിയ ആക്ട് എന്ന് പറയുന്നത്. അതർവൈസ് കമ്പനീസ് ആക്ട് 1956 ഒരു ലൈസൻസ് രാജ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് പെർമിഷൻസ് ഗവൺമെൻറ്റിൽ നിന്നും ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള പെർമിഷൻസ്, ഒരു ലോട്ട് ഓഫ് റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്തു, ന്യൂ ലെജിസ്ലേഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ഓട്ടോണോമി കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ ആ ഒരു ഫങ്ഷനിങ്ങിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കുറച്ചും കൂടി സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. സോ ലിബറൽ അഡ്മിനിസ്ട്രേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓട്ടോണോമി ഗ്രാൻഡ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അവർ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലുമൊക്കെ വളരെ ലിബറലാണ് കമ്പനീസ് ആക്ട് 2013 എന്ന്. എങ്കിലും കമ്പനീസ് ആക്ടിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫീച്ചറാണ് സ്ട്രിക്റ്റർ പണിഷ്മെൻറ്റ് ഫോർ ഒഫൻസസ്. എന്തെങ്കിലും പ്രോബ്ലം സിവിൽ നേച്ചറിലോ ക്രിമിനൽ നേച്ചറിലോ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ, ഒഫൻസ് വരുത്തിയാൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഉണ്ടാകും. സോ ഇഫ് ദെയർ ഈസ് എനി വയലേഷൻ ഓഫ് നോംസ്, ദ പണിഷ്മെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ആർ റിയലി സ്ട്രിക്റ്റ് ഇൻ നേച്ചർ. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള പണിഷ്മെൻറ്റ് തന്നെ ഫേസ് ചെയ്യാനായിട്ട് വരും. അപ്പം കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ലോസ് ആൻഡ് പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ്. നെക്സ്റ്റ് വൺ, സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക്. സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ സിവിൽ ഓർ ക്രിമിനൽ ലോ വയലേഷൻസ് ഉണ്ടായാൽ കമ്പനീസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡീൽ ചെയ്യുമ്പം വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായാൽ അത് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പീലിന് പോകാൻ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ, അവിടെയും എന്തെങ്കിലും അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ കോർട്സുകൾ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ്, SFIO പോലെയുള്ള എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ത്രെറ്റുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഏജൻസീസൊക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ഒരു ബാക്ക് ബോണാണ്. എന്തെങ്കിലും ഇഷ്യൂസ്, സിവിൽ ആൻഡ് ക്രിമിനൽ ലോ വയലേഷൻസ് ഉണ്ടായാൽ, കമ്പനീസിലുണ്ടായാൽ, കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലുണ്ടായാൽ ഫാസ്റ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ഈസ് എസെൻഷ്യൽ. ആൻഡ് ഫോർ ദിസ് പർപ്പസ് എ സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഈസ് ക്രിയേറ്റഡ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ഓൾറെഡി പറഞ്ഞാണ് കമ്പനീസ് ആക്ട് 1956 കേസിൽ. 1956 കമ്പനീസ് ആക്ട് ആ ഒരു ടൈമിൽ
കമ്പനീസിന് വേണ്ട കാര്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ട് ആയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോലെയുള്ള ചേഞ്ചസ് ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ആയതുകൊണ്ട് തന്നെ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ കൂടുതൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കമ്പനീസിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ട് കൂടിയാണ് കമ്പനീസ് ആക്ട് 2013. So the new legislation accepts the globalized platform in which companies function. അപ്പോൾ ഒരു ഗ്ലോബലൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് കമ്പനീസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻസിന്, ക്രോസ് ബോർഡർ മെർജേഴ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു ആക്ട് പെർമിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ പ്രീവിയസ് ആക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം New Act integrates the new dimensions of corporate governance and corporate social responsibility into the Act to a very great extent. അപ്പോൾ CSRന് കോർപ്പറേറ്റ് ഗവേണൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആക്റ്റാണ് കമ്പനീസ് ആക്ട് 2013. വെൻ വി കമ്പയർഡ് വിത്ത് ഓൾഡ് ലെജിസ്ലേച്ചർ, ഓൾഡ് പ്രീവിയസ് ലോസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം CSR ആക്ടിവിറ്റീസിനൊന്നും സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചാരിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയോട്ടുള്ള ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതൊക്കെയും ഒരു കമ്പൽസറി ആയിരുന്നില്ല. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമായിരുന്നു. എന്നാലും മാൻഡേറ്ററി ആയിട്ട് പുതിയ പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013. സോ കമ്പനീസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, എത്തിക്കൽ ആവണമെന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ എത്തിക്കലായിട്ട് പെർഫോം ചെയ്യുന്നതിനോടൊപ്പം സോഷ്യലി റെസ്പോൺസിബിൾ ബിസിനസ് ആയിരിക്കണമെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ആക്ട് കൂടിയാണ് കമ്പനീസ് ആക്ട് 2013. ലാസ്റ്റ് വൺ, ഇൻഫർമേഷൻ ടെക്നോളജി. The new act permits and facilitates the use of all the possibilities offered by IT, information technology, regarding matters connected with the administration of companies and information dissemination. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ നമ്മൾ പോയിൻറ്റ്സിൽ പറഞ്ഞിരുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാം, ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജിയെ കൂടുതൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ പ്രീവിയസ് ആക്റ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം these are the main features of Companies Act 2013. It provides greater flexibility and it has wider scope, liberal administration, but it is strict punishment for any offences. Strong administrative framework is the backbone of Companies Act 2013. It is suited for a globalized world and it gives more importance to corporate governance and CSR activities, and it uses information technology to the maximum possible extent. Okay students, thank you.